കേരളം ഒരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് ഞാൻ ജയിച്ചേനെ. നിനക്കിവിടെ ഉണ്ടായിരുന്ന ചീത്തപ്പേര് കൂട്ടാൻ വേണ്ടിയാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. താൻ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. അതേസമയം ദിലീപിനെ സംബന്ധിച്ച് താൻ കരുത്തനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അവിടെയാണ് ഒരുപാട് ആൾക്കാർ പരിഹസിക്കുന്ന ഞാൻ ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. അവിടെ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും ഈ കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. നാട്ടിൽ അറിയപ്പെടുന്ന ഒരു അല്പനാണ്. നീ ചുമ്മാ ഒരുമാതിരി ഈ ഫേസ്ബുക്ക് അമ്മമാരെ പോലെ സംസാരിക്കാതെ. ഇവരെല്ലാവരും ഒരു വിഡ്ഢികളുടെ ലോകത്താണ്. ബേസിക്കലി വികാരങ്ങളാണ് ഇവരെ നയിക്കുന്നത്, തലച്ചോറ് കൊണ്ടല്ല ചിന്തിക്കുന്നത്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറി കിട്ടി. ട്രാവലറിനുള്ളിൽ വെച്ചാണ് ഇത് നടത്തിയതെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം. ഇതൊരാൾ പ്ലാൻ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാര്യം ട്രാവലറിനുള്ളിൽ വെച്ചിട്ട് ഇതൊരു കാര്യം ചെയ്യുമ്പോൾ പുറത്താരും കാണില്ല. ഇനി നീ ആവശ്യമില്ലാത്ത മോട്ടിവേഷനും കൂടെ കൊടുക്കുക. ഒരു മാറ്റവും ഇല്ലല്ലേ. അപ്പൊ പുറമെ ആരും കാണാത്ത ഒരു സ്പേസിനുള്ളിൽ കംഫർട്ടായിട്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൊട്ടേഷൻ ആയിരുന്നു ഇതെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സൂത്രധാരൻ അതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് ഉണ്ടാതിരിക്കുമോ, പക്ഷെ നമുക്കത് വിശ്വസിക്കാം. നീ വല്ല അന്തസ്സുള്ള പണിയെടുത്ത് ജീവിക്കാൻ നോക്കണം. പക്ഷെ ഇവിടെ സംഭവിച്ചത് കാറിനുള്ളിൽ വെച്ചിട്ടാണ് ഇത്തരം ഒരു ആക്ടിവിറ്റി നടക്കുന്നത്. കാറിനുള്ളിലെ സ്പേസ് എന്ന് പറയുന്നത് വളരെ ചെറിയ സ്പേസ് ആണ്. നീ നാറിയല്ല, നന്നാറിയാന്ന്. അത്തരം ഒരു ചെറിയ സ്പേസിനുള്ളിൽ വെട്ടം വളരെ കുറവാണ്. വെട്ടം വളരെ കുറഞ്ഞ ഇടുങ്ങിയ ഒരു സ്പേസിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ചിട്ട് ഒരു റേപ്പ് ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടുവന്ന് ഒരു പെൺകുട്ടിയുടെ മാനം തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൊട്ടേഷൻ കൊടുക്കും, അതും ദിലീപിനെ പോലെ ഒരാൾ കൊട്ടേഷൻ കൊടുക്കും എന്ന കാര്യം എത്രത്തോളം വസ്തുതാനിഷ്ഠമാണ്. മിണ്ടാണ്ടിരുന്നങ്ങോട്ട് ഓരോ പണി ഒപ്പിച്ചു വെച്ചിട്ട് നിന്നെയൊക്കെ ഞാൻ കൺമുമ്പ് കണ്ട നീയൊക്കെ എന്റെ അടുത്ത് മിണ്ടാൻ പോലും വരാനുള്ള യോഗ്യതയില്ല. പല ആൾക്കാർക്കും അറിയത്തില്ല ഇത് ഈ പീഡനം കാറിനുള്ളിൽ വെച്ചിട്ട് ഏത് രീതിയിലാണ് നടന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ദൃശ്യം പകർത്താൻ പറ്റുക എന്നുള്ളത്. ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? അത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാ കേസുകളിലും പോലീസ് കേസ് തെളിയിക്കുന്നതിനും അതിന്റെ യുക്തി പരിശോധിക്കും. ഇത് ഈ പീഡനം കാറിനുള്ളിൽ വെച്ചിട്ട് ഏത് രീതിയിലാണ് നടന്നത്. ഞാൻ തിരിഞ്ഞ പോന്നി ഈ ഏറെ കണ്ടുവരും നിന്നെ. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.